എല്ലാരും അറിഞ്ഞതല്ലേ മോളെ. പിന്നെ യാഗത്തിനിരിക്കാൻ എന്താ മോളെ ബുദ്ധിമുട്ട്? അത് പിന്നെ പറ മോളെ. കുട്ടിക്കാലം തൊട്ടേ ഇങ്ങനത്തെ പൂജകളും യാഗങ്ങളും എനിക്ക് ശീലമില്ലാത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞേ. ചിലപ്പോ ബലം കുറച്ച് കുറയുമായിരിക്കും. പക്ഷെ യാഗത്തിന്റെ ശക്തി അത് വളരെ വലുതാണ് മോളെ. ഞങ്ങളുടെ ശ്രീകണ്ഠന്റെ കല്യാണത്തിന് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ നടത്തുന്ന യാഗമാണിത്. ദയവ് ചെയ്ത് കഴിയില്ലെന്ന് പറയരുത്. ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി പ്രാണം പോലും പണയം വെച്ചവളല്ലേ മോള്. ഈ യാഗത്തിന് വേണ്ടി മോളെ എതിർക്കില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കാം. മോളെ കുറച്ച് സമയം ഒന്ന് ആലോചിക്കും മോളെ. പക്ഷേ ഒരിക്കലും കഴിയില്ലെന്ന് പറയരുത്. ഞങ്ങളവിടെ കാത്തിരിക്കും. വരും മോളെ. വാ മോളെ. യാഗത്തിന്റെ കാര്യങ്ങൾ എന്തായിട്ടുണ്ടാവും എന്തോ. ആവനി, താൻ വീട്ടിലെത്തിയോ? ഇപ്പോഴും അമ്പലത്തിൽ തന്നെയുള്ളത്. അതെന്താ? യാഗത്തിന് ഇരിക്കേണ്ട ആ പെൺകുട്ടി അമ്മയോടും അച്ഛനോടും വഴക്കുണ്ടാക്കി എങ്ങോട്ട് ഇറങ്ങിപ്പോയിന്ന്. ആ പെണ്ണിനെ എനിക്കും കാണാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ അമ്പലത്തിൽ എന്തിനാ നിൽക്കുന്നേ? തനിക്ക് വീട്ടിലേക്ക് പോന്നൂടെ? അവൾക്ക് പകരമായിട്ട് ആ യാഗത്തിൽ എന്നോട് ഇരിക്കാൻ വേണ്ടി പറയുന്നു. വാട്ട്? കല്യാണം കഴിയാത്തൊരു പെൺകുട്ടി, കുടുംബത്തിന്റെ ക്ഷേമം ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി ഈ യാഗത്തിൽ ഇരിക്കാനായിട്ടുള്ള അർഹയാണെന്ന് പൂജാരി പറഞ്ഞിട്ടുണ്ടത്രേ. അതുകൊണ്ട് അവര് എന്നോട് ഇരിക്കാൻ വേണ്ടി പറയുന്നത്. സത്യം തിരിച്ചറിയാത്തതുകൊണ്ട് അവരങ്ങനെ എന്നോട് ചോദിക്കുമ്പോ എനിക്ക് എന്താ തിരിച്ചു പറയണ്ടെന്ന് അറിയില്ല. കല്യാണത്തിനുള്ള യാഗമാണെങ്കിലും തടുക്കാൻ കഴിയാതെ ഞാൻ ഇവിടെ എത്തിയത്. ഇപ്പൊ കല്യാണം നടക്കാൻ വേണ്ടി ഞാൻ അവിടെ ഇരിക്കുന്നതിനേക്കാളും മരിക്കുന്നതാ നല്ലത്. താൻ എന്തായി പറയുന്നേ? ഭർത്താവിന്റെ കല്യാണം നടക്കാൻ ഭാര്യയാകും ഇരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും നടക്കുവേട്ടാ. താൻ പേടിക്കാതിരിക്കെ. യാഗത്തിനിരിക്കാതെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്ക്. അപ്പോഴേക്കും ഞാൻ അമ്പലത്തിലേക്ക് എത്താം. ഓക്കെ അല്ലേ? ശരി.
എന്താ പറ്റിയത് മോളെ? മുഹൂർത്തത്തിനുള്ള സമയമായിരിക്കണു. ഇനി ഒരു 15 മിനിറ്റിനുള്ളിൽ യാഗം ആരംഭിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മുഹൂർത്തം കടന്നു പോകും. രാഹുകാലം മഹാശാന്തി യാഗത്തിന് അത്ര നന്നല്ലെന്ന് മനസ്സിലാക്കുക. അങ്ങനെ സംഭവിച്ചാ വീണ്ടും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ഏട്ടാ, ഇനി യാഗത്തിനിരിക്കാൻ അവനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണോ? വരുമെന്ന വിശ്വാസം എനിക്കുണ്ട് വേദ. ഏട്ടാ, അത് നോക്കേട്ടാ. അവരെന്തിനാ വരുന്നത്? സുജാതയുണ്ടെങ്കിൽ പേടിക്കണമായിരുന്നു. ഇപ്പൊ ടെൻഷന്റെ കാര്യമൊന്നുമില്ലല്ലോ. അവിടെ ഉണ്ടല്ലോ. നോക്ക്, എല്ലാരും ഒരുമിച്ച് നിൽക്കണം. എന്നെ ഫോളോ ചെയ്താൽ മതി. അകത്തേക്ക് പോ. ഇവിടെ എന്താ അമ്മ നടക്കുന്നേ? ഈ ഹോമം സെറ്റപ്പ് ഒക്കെ എന്തിനാ അമ്മേ? എന്തോ യാഗം നടക്കുന്നത് പോലെ ഉണ്ടല്ലോ. പോലെ 100 അല്ലളിയാ, ഇത് യാഗം തന്നെയാ. ഞങ്ങളോടൊരു വാക്കുപോലും പറയാതെ ഇതൊക്കെ എന്തിനാ അമ്മേ? ഇവിടെ എന്ത് നടക്കുന്നു പറ മുത്തശ്ശ. ശ്രീകരന്റെ കല്യാണത്തിന് യാതൊരു തടസ്സങ്ങളും ഉണ്ടാകാതിരിക്കാനും പെട്ടെന്ന് തന്നെ കല്യാണം നടക്കാനും ഈ യാഗം ആവശ്യമാണ്. അതാണോ? ഞങ്ങൾ വേറെ എന്തോ ആണെന്ന് കരുതി. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞങ്ങൾ എല്ലാവരും ഔട്ടിങ്ങിന് ഇറങ്ങിയപ്പോ നിങ്ങളുടെ കാർ ഇവിടെ കണ്ടു. അതാ ഇവിടെ നിർത്തിയത്. ഞാൻ എന്തോ കളവ് പറഞ്ഞ പോലെ എന്താ ഇങ്ങനെ നോക്കുന്നേ എന്നെ? ഇങ്ങനെയുള്ളിടത്തേക്ക് വീട്ടിലുള്ളവരെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചോ അമ്മേ? ഞങ്ങളോടൊന്നും പറയാതെ വന്ന എന്തിനാ? നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി. നിങ്ങളൊക്കെ ഞങ്ങളെ എപ്പോഴാ മനസ്സിലാക്കുക? നമ്മുടെ കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടി എന്ത് ചെയ്യാനും ഞങ്ങളൊക്കെ തയ്യാറല്ലേ? നല്ലത് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണല്ലോ അല്ലേ? തയ്യാറാ. എന്നാ യാഗത്തിന് നിന്റെ മകളെ ഒന്ന് പിടിച്ചിരുത്ത്. എന്തിന്? കല്യാണം കഴിയാത്ത കുട്ടി യാഗത്തിനിരുന്ന് വസ്ത്രം സ്വീകരിച്ചാലേ യാഗം പൂർത്തിയാക്കാനാകൂ. എന്നാലേ ശ്രീകരന്റെ വിവാഹം നടക്കും. കാവ്യയുടെ കല്യാണം കഴിയാത്തതുകൊണ്ട് പൂജയ്ക്കിരിക്കാനുള്ള അർഹത അവൾക്കുണ്ട്. അപ്പോ നിങ്ങൾ ആരെ ഇരുത്തി ചെയ്യാനാ ഉദ്ദേശിച്ചതമ്മേ? ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? ആ കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയണ്ട. കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യാന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ എന്താ ഒരു ആലോചന? അതിനിപ്പോ എന്താ, അവൾ ഇരുന്നോളും. എന്നാ വാ മോളെ. നിക്ക്. എന്തിനാ തടയുന്നേ? ഞങ്ങൾക്കൊരു കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യണം. അതെന്താ? ആദ്യം ഞങ്ങളൊന്ന് സംസാരിച്ച ശേഷം പറയാം. വന്നേ, വാ. സിസ്റ്റർക്ക് എന്തോ ബ്രില്യന്റ് ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. അതെ. എന്താ അത്? അച്ഛനും അമ്മയ്ക്കും കാവ്യ ആവശ്യം വരണമെന്ന് കരുതി അത് ഈ രൂപത്തിൽ വന്നു. അതിന് നമുക്ക് ഉപകാരപ്പെടുന്ന പോലെ ഉപയോഗിക്കണം. അതെങ്ങനെ? പറയാം. എല്ലാരും അടുത്തേക്ക് വാ.
മുഹൂർത്തം കഴിയാറായി. യാഗത്തിന് ഇരുന്നേ പറ്റൂ. എന്താ ആലോചിക്കുന്നത്? ഞാൻ റെഡിയാമമ്മേ. ദൈവമേ, പക്ഷേ ചെറിയ കണ്ടീഷൻ. അതെന്താ? ശ്രീകരേട്ടന്റെ എന്റെയും കല്യാണം നടത്തി തരണം. ശ്രീകറിന്റെയും കാവ്യയുടെയും കല്യാണം നടത്തുവാണെങ്കിൽ എന്റെ മോള് യാഗത്തിന് തയ്യാറാ. എന്റെ ജാതകമുള്ള പെൺകുട്ടിയോടൊത്തല്ലാതെ ശ്രീകറിന്റെ വിവാഹം നടക്കില്ല എന്നുള്ള സത്യം നിനക്കും അറിയാവുന്നതല്ലേ? ഞങ്ങൾക്കൊരു ആവശ്യമുണ്ടെന്ന് കരുതി ഇങ്ങനെയൊക്കെയാണോ തീരുമാനം? അല്ല, കുടുംബത്തിന് വേണ്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണോ? ന്യായമുള്ള കണ്ടീഷൻ തന്നെയല്ലേ അച്ഛാ? സ്വകാര്യമായിട്ട് കൊണ്ടുപോയി നീ കൊടുത്ത് ഉപദേശിച്ചതാണോ? ഇവളെവിടെ പൂജയ്ക്ക് ഇരുത്തുന്നതിനേക്കാൾ ആവനിയെ പൂജയ്ക്ക് ഇരുത്തുന്നതാ നല്ലത്. അവളെ കൊണ്ട് തന്നെ യാഗം നടത്താം. വരൂ. ആവനി വന്നിട്ടുണ്ടോ? മോളെന്താ ആലോചിക്കുന്നേ? അമ്മ, അത് ഞങ്ങളെ കൊണ്ട് വീണ്ടും ചോദിപ്പിക്കുമെന്നൊക്കെ കരുതിയില്ല മോളെ. എന്റെ മനസ്സ് അംഗീകരിക്കുന്നില്ല അച്ഛ. ഇങ്ങനെ ഒരു സന്ദർഭത്തില് ഇങ്ങനെ പറയുന്നുണ്ട് മോൾക്കൊന്നും തോന്നരുത്. നീ ഗസ്റ്റ് ഹൗസിലുള്ളപ്പോ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഞങ്ങളുടെ വീട്ടിലുള്ളൊരു അംഗത്തെ പോലെ നിന്നെ കാണുന്നു. സത്യം പറഞ്ഞ അവരെക്കാളൊക്കെ കൂടുതൽ ആദരിച്ച് ബഹുമാനിക്കുന്നുണ്ട് നിന്നെ ഞങ്ങൾ. മോൾക്ക് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ എതിര് നിന്നില്ല. എല്ലാ കാര്യങ്ങളും നീ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഇന്നിപ്പോ ഞങ്ങളുടെ വീടിന് വേണ്ടി ഈ യാഗത്തിനിരിക്കാൻ പറ്റില്ലേ? ദൈവത്തിന് മുമ്പിൽ പൂജ ചെയ്യാൻ എന്തിനെങ്ങനെ എതിർക്കുന്നേ? ഞങ്ങൾക്ക് വേണ്ടി ഈ ചെറിയ സഹായം മോൾക്ക് ചെയ്തൂടെ? ഭർത്താവിന്റെ അച്ഛനമ്മമാർക്ക് വേണ്ടി ഞാൻ എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാം, ഈ ഒരൊറ്റ കാര്യം ഒഴികെ. പ്രതീക്ഷിക്കാതെ ഇവിടെ എന്റെ വീട്ടുകാരും വന്നിട്ടുണ്ട്. യാഗത്തിന് കാവ്യ ഇരുത്താമോന്ന് ചോദിച്ചതാ. അവര് പക്ഷെ കണ്ടീഷൻസ് വയ്ക്കുവോ? നോക്കുമോളെ, നിന്നെ ഞങ്ങളുടെ വീട്ടിലൊരാളായ കാണുന്നേ. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തൂടെ? നീയും കൂടെ ഞങ്ങളെ ഒന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ എതിര് നിൽക്കുമെന്ന് വിചാരിച്ചേ ഇല്ല. ഇത് ഞാൻ എതിര് നിൽക്കുന്നതല്ലമ്മേ. ദയവ് ചെയ്ത് അമ്മ ഇങ്ങനെ വിചാരിക്കരുത്. മോളുടെ കൈ പിടിച്ച് അപേക്ഷിക്കാൻ സമ്മതിക്കണം. വേണമെങ്കിലും മോളുടെ കാല് പിടിക്കാം. അങ്ങനെയൊന്നും പറയരുത്. എന്നാ ഇതിനെതിരൊന്നും പറയാതെ ഞങ്ങളുടെ വാക്കിനെ ആദരിച്ച് വരും മോള്. ഏട്ടാ, നിങ്ങൾ പെട്ടെന്ന് വന്ന് ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയല്ലേ രക്ഷിക്കണം? കല്യാണം കഴിഞ്ഞ ഒരാൾക്ക് കല്യാണം കഴിയാത്തതുപോലെ എങ്ങനെ ഇരിക്കാൻ പറ്റും? വാ മോളെ. എവിടെ അവര്? ഇതുവരെ കാണുന്നില്ലല്ലോ. ദേ നോക്ക്, വരുന്നുണ്ട്. നിങ്ങളെക്കാൾ കൂടുതൽ
ആവണിക്ക് എന്തിനാ വില കൊടുക്കുന്നതെന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലായി കാണുമല്ലോ. യാഗത്തിനിരിക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിച്ചെങ്കിലും ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങോട്ട് വന്നത്. തിരുമേനി, ഈ പെൺകുട്ടി ഞങ്ങളുടെ ബന്ധത്തിലുള്ളത്. രാവണി, യാഗത്തിന് സമ്മതമാണ്. ഇനി തുടങ്ങിക്കോളൂ. ഇങ്ങ് വന്നോളൂ മോളെ. ചെല്ലുമോളെ, വരൂ. ഇത് നീ ധരിക്കുന്നതിന് മുമ്പായിട്ട് ഈ കാര്യം ഒരിക്കൽ കൂടി ഉറപ്പിക്കേണ്ടത് എന്റെ ധർമ്മമാണ്. നിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? അദ്ദേഹം ചോദിച്ചത് കേൾക്കാൻ പറ്റുന്നില്ലേ? പറ മോളെ. കല്യാണം കഴിഞ്ഞില്ലെന്ന് പറയാനായിട്ട് എന്താ മോളെ ഇത്ര ബുദ്ധിമുട്ട്? തിരുമേനി, ആവണിയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. ഉത്സവത്തിന്റെ അന്ന് ആ വിഷയം ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ്. നിങ്ങൾ ആ കങ്കടം തന്നോളൂ. ഇത് ഇടത്തെ കയ്യിൽ ധരിപ്പിച്ചോളൂ. മോള് കൈ കാണിക്കേ. വാങ്ങുമോളെ. ഇത് നിന്റെ കയ്യിൽ ധരിച്ച ശേഷം പീഠത്തിലേക്ക് ഇരിക്കുക. യാഗം ആരംഭിക്കാം. മോൾ എന്താ ആലോചിക്കുന്നത്? അധികം തന്നെ. കങ്കണം ധരിച്ചപ്പോ തന്നെ ഈ ചുറ്റുപാടുമെല്ലാം എന്തോ പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ പീഠത്തിൽ ഞാനെങ്ങാനും യാഗത്തിന് ഇരുന്ന് കഴിഞ്ഞ എന്റെ ജീവിതം പിന്നെ ചിന്ന ഭിന്നമായി പോവും. ഇരിക്കുക മോളെ. അപ്പൊ യാഗം ആരംഭിക്കാം. മോളെ, മുഹൂർത്ത സമയം കഴിയണതിന് മുമ്പ് അങ്ങോട്ട് ഇരിക്കുക. ഇരിക്കാൻ നീ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? സമ്മതമാണെന്നും പറഞ്ഞു വന്നിട്ട് ഇവളുടെ ജീവിതം ചുടുകാട്ടിൽ എരിഞ്ഞു തീരാൻ പോന്ന പോലെ പേടിക്കുന്ന കണ്ടില്ലേ?
എന്തോ ശക്തമായ കാരണമുണ്ട്. അല്ലെങ്കിൽ നല്ല പേര് കിട്ടാനെങ്കിലും ഉടനെ ഇരിക്കുമായിരുന്നല്ലോ. അതെ അതെ, എന്തോ നമ്മളോട് മറയ്ക്കുന്നുണ്ട്. എനിക്ക് എന്താ തോന്നുന്നു വെച്ചാ, ഒന്നെങ്കിലും അവൾക്ക് ശ്രീകറിന്റെ മേൽ ഇൻട്രസ്റ്റ് കാണണം, അല്ലെങ്കിൽ നമ്മളോടുള്ള എതിർപ്പ് കൊണ്ടുപോകാം. ആദ്യത്തേതാവും ശരി. ഈ സമയത്ത് എന്തിനാ ഇവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത് മോളെ? പവിത്രമായി ഈ യാഗത്തിന് നേതൃത്വം കൊടുക്കാൻ മോൾ എന്തിനാ വിസമ്മതിക്കുന്നത്? ഞങ്ങൾക്കും നിനക്കും നല്ല കാലം വരുന്നതിന് വേണ്ടിയാ. ഇനിയും മോൾ എന്തിനെങ്ങനെ ആലോചിക്കുന്നത്? ഞാൻ ഇരിക്കാതെ പറ്റില്ലെന്ന് തന്നെയാണോ? വേറെ വഴികളൊന്നും കാണുന്നില്ലേ? കങ്കണം ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആലോചിക്കരുത് മോളെ. അപ്പോ അന്ന് വന്ന ആ പവിത്ര പറഞ്ഞ പോലെ നമ്മൾ ഇവളെ വീണ്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു. പവിത്ര പറഞ്ഞ പോലെ കഴുത്തിൽ എന്തെങ്കിലും ഉണ്ടോ? മോളിങ്ങനെ വൈകിപ്പിച്ചോണ്ടിരുന്ന ഇവരിങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും മോളെ. മുഹൂർത്ത സമയം കഴിയണതിന് മുമ്പ് ഇരിക്കുക മോളെ.